ചൈൽഡ് സൈക്കോളജിയിൽ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഹെറിഡിറ്റിയും ഡെവലപ്മെൻറ്റും ഇത് എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. എന്താണ് ഹെറിഡിറ്റി എന്ന് നാം മനസ്സിലാക്കി, എങ്ങനെയാണ് ഈ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ പാരമ്പര്യം അല്ലെങ്കിൽ ഈ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതല്ലെങ്കിൽ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഘടകമാണ് എന്ന്. ഈ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ജീനുകളിലൂടെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ ജീനുകൾ കുട്ടികളുടെ സ്വഭാവ വിശേഷങ്ങളെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ കുട്ടിയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്നു, അതല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഹെൽത്ത് എന്നീ കാര്യങ്ങളിലെല്ലാം ഈ പാരമ്പര്യവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളിലൂടെ കുട്ടികളിലേക്ക് ഇത്തരം സവിശേഷതകൾ ജീനുകളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും വ്യതിരിക്തമായ യുണീക്ക് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് ഉണ്ടായിരിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരേ മാതാപിതാക്കളുടെ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് പിതാവിന്റെ സവിശേഷതകളായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത്, വേറെ ചിലർക്ക് മാതാവിന്റെ സവിശേഷതകളാവാം ലഭിക്കുന്നത്, വേറെ ചിലർക്ക് പൂർവ്വ പിതാക്കളുടെ അല്ലെങ്കിൽ മുൻഗാമികളുടെ സവിശേഷതകളായിരിക്കാം വാസ്തവത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള വ്യതിരിക്തമായ വ്യത്യസ്തമായ ഓരോരുത്തർക്കും അവരുടേത് മാത്രമായ സവിശേഷതകൾ ലഭ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പാരമ്പര്യ കൈമാറ്റം ഓരോ കുട്ടിയെയും എങ്ങനെ അവന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അഫക്റ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് പരിശോധിച്ച് നോക്കാം. പാരമ്പര്യവും ഫിസിക്കൽ ഡെവലപ്മെന്റും, ഹെറിഡിറ്റി ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ചില കുട്ടികളുടെ ഉയരം അവരുടെ പേരൻസിൽ ആരുടെയെങ്കിലും ഉയരത്തിന് സമാനമായിട്ട് ആയിരിക്കാം. ചില കുട്ടികൾ അവരുടെ മാതാവ് ഉയരം കുറഞ്ഞ ആളാണ് എങ്കിൽ അവർക്കുണ്ടാകുന്ന പെൺമക്കൾ അതല്ലെങ്കിൽ ചില ആൺമക്കൾ ഉയരം കുറഞ്ഞവരായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് ഉയരക്കൂടുതലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ പിതാവിനുണ്ടാകുന്ന ആൺകുട്ടികൾ അതല്ലെങ്കിൽ ചില പെൺകുട്ടികൾ ആ പിതാവിനെ പോലെ തന്നെ ഉയരക്കൂടുതലുള്ളവരായിട്ട് പിറക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹൈറ്റ് ഒരു ഘടകമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കണ്ണുകളുടെ നിറം, ചിലരുടെ കണ്ണുകൾ അവരുടെ മാതാവിനെ പോലെ തന്നെ ആയിരിക്കാം അതിന്റെ നിറം എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, പക്ഷേ പാരമ്പര്യമായിട്ട് ചില കുട്ടികൾക്ക് മാതാവിനെ പോലെ തന്നെയുള്ള കണ്ണുകൾ അതല്ലെങ്കിൽ പിതാവിനെ പോലെ തന്നെയുള്ള കണ്ണുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ കണ്ണുകളുടെ നിറത്തിനായിരിക്കും മിക്കവാറും സാമ്യമുണ്ടാവുക. അതുപോലെ തന്നെ മൂക്കിന്റെ ഷേപ്പ്, അതും മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും മൂക്കിന്റെ ഷേപ്പുമായിട്ട് സാമ്യമുണ്ടാവുവാൻ സാധ്യതയുണ്ട്. ഇനി മാതാപിതാക്കളുടേത് അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കളിൽ ആരുടെയെങ്കിലും അല്ലെങ്കിൽ മുൻഗാമികളിൽ ആരുടെയെങ്കിലും മൂക്കിന്റെ ഷേപ്പുമായിട്ട് സാമ്യമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതും ആ വ്യക്തിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഉള്ള ഈ ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ. മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പ്രമേഹ രോഗം ഉണ്ടായിരുന്നുവെങ്കിൽ പാരമ്പര്യമായിട്ട് അത് കുട്ടികളിലേക്കും എത്താനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഹെറിഡിറ്റിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വൈജ്ഞാനിക നിലവാരത്തെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ വാസ്തവത്തിൽ ജനിതക ഘടന ആശ്രയിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. ചില ബുദ്ധിമാന്മാരായ മാതാപിതാക്കളുടെ കുട്ടികളും അതേപോലെ തന്നെ ബുദ്ധിമാന്മാരായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതും ജനിതക മാറ്റത്തിലൂടെ ലഭിച്ച ഒരു പ്രത്യേക സവിശേഷതയാണ്. എന്നാൽ എല്ലാ ബുദ്ധിമാന്മാരായ മാതാപിതാക്കളുടെയും മക്കൾ ബുദ്ധിമാന്മാരായി തന്നെ ഇരിക്കണം എന്നുണ്ടോ? ഇല്ല. പലപ്പോഴും ഇത് ആ കുട്ടിയുടെ പാരിസ്ഥിതിക ഘടകങ്ങളെ കൂടി, എൻവയറോൺമെന്റിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഈ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഇതേപോലുള്ള സാമ്യങ്ങൾ കാണുക. മാതാപിതാക്കൾ നല്ല ബുദ്ധിമാന്മാരായിരുന്നു എങ്കിൽ ചില സന്ദർഭങ്ങളിൽ കുട്ടി ആ ബുദ്ധി പ്രകടിപ്പിച്ചുകൊള്ളണം എന്നില്ല. കാരണം ആ കുട്ടിയുടെ സാഹചര്യം ആ മാതാപിതാക്കളുടെ ചെറുപ്പത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വെറും പാരമ്പര്യത്തെക്കുറിച്ച് മാത്രം അതിനെ കണക്ട് ചെയ്താൽ പോരാ, മറിച്ച് ആ കുട്ടിയുടെ സാഹചര്യങ്ങളെ കൂടി അതല്ലെങ്കിൽ എൻവയറോൺമെന്റിനെ കൂടി അതിൻ്റെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ്, അതായത് കുട്ടിയുടെ പാരമ്പര്യം അതുപോലെ തന്നെ ആ കുട്ടിയുടെ എൻവയറോൺമെന്റും, ഹെറിഡിറ്റിയും എൻവയറോൺമെന്റും പാരമ്പര്യവും അവന്റെ പരിസ്ഥിതിയും ഒന്നിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ കുട്ടികൾ മാതാപിതാക്കളെ പോലെ തന്നെ ബുദ്ധിമാന്മാരായിട്ട് വളരുന്നത്. മാതാപിതാക്കൾ ബുദ്ധിമാന്മാരാണ് എങ്കിൽ കുട്ടികളും അതേപോലെ ബുദ്ധിമാന്മാരാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒത്തിണങ്ങി വരേണ്ടതുണ്ട്. ഒന്ന് ഹെറിഡിറ്റി, പാരമ്പര്യം, അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ എൻവയറോൺമെന്റ്, ചുറ്റുപാട്, പരിസ്ഥിതി. മൂന്നാമതായി ബിഹേവിയറൽ ട്രെയ്റ്റ്സ്, അതായത് കുട്ടിയുടെ പെരുമാറ്റ രീതികൾ. നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും പോലെ തന്നെ സ്വഭാവ സവിശേഷതകൾ ഉള്ള കുട്ടികളാണ് എന്ന്. അതുപോലെ തന്നെ ആ കുട്ടികളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, മാതാപിതാക്കളിൽ ആരെങ്കിലും നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് അവരുടെ മക്കളിൽ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലുള്ള വ്യക്തിത്വ സവിശേഷത, പേഴ്സണാലിറ്റി ഉള്ളവരായിട്ട് വളരാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇവിടെയും മുൻ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യം മറ്റൊരു ഘടകം കൂടിയാണ്. ജനിതകം മാത്രമല്ല, സാഹചര്യം കൂടി, എൻവയറോൺമെന്റ് കൂടി അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രം. നാലാമത്തെ ഘടകം ഹെൽത്ത് ആൻഡ് സസെപ്റ്റിബിലിറ്റി, ആരോഗ്യവും ആരോഗ്യക്ഷമതയും. ചില കുട്ടികളുടെ ആരോഗ്യം അവരുടെ പേരൻസിൽ ആരുടെയെങ്കിലും ആരോഗ്യവുമായി സാമ്യമുള്ളതാവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ, പ്രമേഹം പോലുള്ള രോഗങ്ങൾ പലപ്പോഴും പാരമ്പര്യമായിട്ട് കുട്ടികളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന്. ജനിതക മാറ്റത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ സന്തതികളിലേക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ എല്ലാവരിലേക്കും ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെടണം എന്നുണ്ടോ? ഇല്ല. ഒരു പിതാവിന് ഈ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും ഒരു രോഗമുണ്ട് എന്ന് കരുതുക, അയാളുടെ എല്ലാ മക്കൾക്കും അതേ രോഗങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയില്ല. മറിച്ച് അതിനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരം ജീവിതശൈലീ രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിത ശൈലിയിൽ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഇത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി നമുക്ക് എടുക്കുവാൻ കഴിയും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെയും ബിഹേവിയറൽ ട്രെയ്റ്റ്സിനെയും അതുപോലെ തന്നെ ഹെൽത്തിനെയും ഒക്കെ ഈ ഹെറിഡിറ്റി, പാരമ്പര്യം ബാധിക്കുവാനും അതുപോലെ തന്നെ സഹായിക്കുവാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതോടുകൂടിയിട്ട് ഹെറിഡിറ്റി ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.